കുട്ടികളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. 10 മണിയോടുകൂടി ഈ കല എല്ലാ രീതിയിലുള്ള മത്സരങ്ങളും ഇവിടെ ആരംഭിക്കും. 25 വേദികളിലെ മത്സരമുള്ള ഒരു ദിവസം നമുക്ക് ഇനിയും ഗംഭീര മത്സരങ്ങളാണ്. ഈ കാണാൻ കൊതിക്കുന്ന അധികം ആളുകൾ കാണാൻ എത്തുന്ന മത്സരങ്ങളൊക്കെ ഇന്ന് നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ കലോത്സവത്തിന്റെ 2ാം ദിവസം 5 ദിനരാത്രങ്ങൾ എന്ന് തന്നെ പറയണം. കാര്യം രാത്രിയും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് തിരുവാതിരക്കളിയുണ്ട്, മിമിക്രി, ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മിമിക്രി വേദി. ഇന്നലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അത്ര പുതിയ കലാ മേന്മയൊന്നും മിമിക്രി മത്സരവേദിയിൽ കണ്ടില്ല എന്നൊരു ആരോടൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും കുട്ടികളല്ലേ, അവർ പറയുന്നതാണ് നമ്മൾ കേട്ടിരിക്കേണ്ടത്. അവർ എന്തു പറഞ്ഞാലും നമ്മൾ ആസ്വദിക്കേണ്ടവരാണ്. നമുക്കൊപ്പം മറ്റൊരു ടീം കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ഒരുപക്ഷെ തൃശ്ശൂര് ഏറ്റവും കൂടുതൽ പേര് കേൾക്കുന്നത്, തൃശ്ശൂരിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാ ഇനങ്ങളിലൊന്നാണ് നാടകം. മുൻപ് 2 തവണ കലോത്സവം ഇവിടെ തൃശ്ശൂർ നടന്നപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എത്തുന്നത് നാടകവേദിയിലേക്കാണ്. ഓരോ ദിവസവും നാടകത്തിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളാണ്. കുട്ടികൾ അവർ അഭിനയിച്ച് തിമിർക്കുകയാണ്. പ്രേക്ഷകരെ അവർ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. പക്ഷെ പ്രൊഫഷണൽ ടീമുകളെ പോലും വെല്ലുന്ന തരത്തിൽ നാടകം വേദിയിൽ അവതരിപ്പിച്ച് കയ്യടി വാങ്ങുന്ന എത്രയോ കുട്ടികൾ ഇവിടേക്ക് വരുന്നുണ്ട്. കൃഷ്ണരാജ്, അവിടെയാണ് ഈ നാടകം നമുക്ക് പൊതുവേ മറ്റു വേദികളിൽ കാണാൻ സാധിക്കാത്ത ഒന്നാണ്. അവിടെയാണ് ഇവിടെ ഇത്രയധികം അതിന് കാഴ്ചക്കാരുണ്ട് എന്നുകൂടിയാണ് ഓരോ കലോത്സവ വേദികളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നു കൂടിയാണ്. കയറിന്റെ നാട്ടിൽ നിന്ന്, അതെ, ആലപ്പുഴയിൽ നിന്ന് എത്തിയ കൊച്ചു മിടുക്കർ, ഇവരൊക്കെ ഹൈസ്കൂൾ കുട്ടികളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരും. ഇവനോ ഹൈസ്കൂൾ കുട്ടിയാണോ? അപ്പോ ഈ UP നാടകത്തിന്റെ സാർ ഇവരെയൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നായിരിക്കും. മോന്റെ പേരെന്താ? അമൻദേവ്. ആലപ്പുഴ പടനിലം ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ എത്തിയത്. നിങ്ങളുടെ നാടകത്തിന്റെ പേരെന്താ? ജാഗരൂകരായിരിക്കേണ്ട കാലമാണ് ഇതല്ലേ? അപ്പൊ ആ ഒരു മുന്നറിയിപ്പായിരിക്കും അല്ലേ, നമ്മൾ കരുതിയിരിക്കണം. അപ്പോ പെൺകുട്ടികളെ ആസ്പദമാക്കിയുള്ള വിഷയമാണോ ഇത്? ആണ്. പേര് കേട്ടപ്പോൾ ഇത് പറ. ഇത് പ്രിയ എസിന്റെ ജാഗരൂക എന്ന കഥ ആസ്പദമാക്കിയിട്ടാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. നൂർനാട് സുഗുസാറാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് സമകാലിക സമൂഹത്തിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത്, ഈ നാടകത്തിൽ പറയുന്നത്. ശരി, അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പണ്ടൊക്കെ വീട്ടിൽ പറയും പെണ്ണാണ് അടങ്ങിയിരുന്നോണം എന്ന് പറയും ഇല്ലേ? പക്ഷെ ഇന്ന് അങ്ങനെയല്ല അല്ലേ? അപ്പൊ ഈ നാടകം എന്ത് സന്ദേശമാണ് മോളെ നൽകുന്നത്? നാടകം എന്തുവാ, ഒരുപാട് കൂടുതലായിട്ടുള്ള കരുതൽ ഒരു പെൺകുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ച് അതിനെ തിരുത്തി ഉള്ളൊരു സന്ദേശമാണ്. ഒരു അച്ഛമ്മയും കൊച്ചുമോളും തമ്മിലുള്ള ഒരു ബന്ധം, അവരുടെ കണക്ഷൻ അതിൻ്റെ അകത്ത് പറയുന്നത്. സമൂഹം ഇന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് പെൺകുട്ടികളുടെ കാര്യത്തിൽ, നമുക്ക് 2 വഴിയുണ്ട് മുമ്പിൽ അല്ലേ? എല്ലാവർക്കും മുമ്പിൽ 2 വഴിയുണ്ട്. അപ്പം നമ്മൾ അച്ഛനെ അമ്മയെ അനുസരിക്കണം, സമൂഹത്തെ അനുസരിക്കണം. പക്ഷെ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കണം, അതല്ലേ? അതാണ് പെണ്ണാണ് അടങ്ങിയിരുന്നോണം എന്ന തിട്ടൂരത്തെ മറികടന്ന് കുട്ടികൾ സജീവമായി കൊടുക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഈ കലോത്സവ വേദിയിൽ റീൽസ് എടുക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ടു. കലോത്സവത്തിൽ വന്നവരിൽ ഉണ്ട്, അവരുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. ആൺകുട്ടികളോട് ചോദിച്ചാലേ ചമ്മും. നീ ചമ്മു? നമുക്ക് മോനെ മാത്രം ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? ഇങ്ങോട്ട് വാ. മോന്റെ പേരെന്താ? അമൻദേവ്. എന്താ നാടകത്തിലെ വേഷം എന്താ? ഇതിലല്ല, ആലപ്പുഴ ജില്ല UP വിഭാഗത്തിലുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാ മോൻ വന്നത്? നാടകത്തെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എങ്കിൽ സ്കൂളിൽ അവതരിപ്പിച്ച നാടകത്തിന്റെ ഒരു ഭാഗം കാണിച്ചു ധൈര്യമായിട്ട്. ഇല്ല കുഞ്ഞുമോളെ, കാട്ടിലായതുകൊണ്ട് ഇരുട്ട് തോന്നുന്നതാ. നമുക്ക് കളിക്കാൻ പാ. അമ്മൂമ്മക്ക് എവിടെ പോവാനാ? അമ്പലത്തിലോ? ആ കാണുന്ന അമ്പലത്തിലാണോ? അയ്യോ, എന്നാല് ഞാനപ്പ അമ്പലത്തിൽ കൊണ്ടുപോകാം. അമ്മൂമ്മ ഈ വടിയുടെ അറ്റത്ത് പിടിച്ച് നടന്നോ? ശരി, അപ്പൊ നമ്മൾ എന്തുകൊണ്ടെന്നറിയോ മോനെ വിളിച്ചത്? ഇവരുടെ നാടകം നമ്മളിവിടെ കാണിക്കണ്ട, അത് വേദിയിൽ അവതരിപ്പിക്കാതിരിക്കുന്നില്ലേ ഉള്ളൂ. അപ്പോ എന്നാ നമുക്ക് നാടകം ആളുകളെ കാണിക്കുകയും വേണം. അപ്പൊ ഉപജില്ലയിലെ മികച്ച നടനാണ്. മോന്റെ പേര് പറ. അമൻദേവ്. പടനിലം സ്കൂളിൽ ഏത് ക്ലാസ്സില്? 6ാം ക്ലാസ്. അപ്പൊ അടുത്ത വർഷം കഴിഞ്ഞാൽ വരാം, ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഹൈസ്കൂൾ തലത്തിൽ വരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്കൂള് നാടകത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സ്കൂൾ. ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? വരൂ, ടീച്ചേഴ്സ് വരൂ. അപ്പോൾ എന്താണ് നിങ്ങൾ നാടകം സെലക്ട് ചെയ്യാൻ കാരണം? ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും നാടകമൊന്നും എടുക്കാറില്ല, അതിന് കുറച്ച് ചിലവുള്ളതാണ്.
കുട്ടികളെ ഒരുപാട് പേരെ കണ്ടെത്തണം. നൂറിനാടെന്ന് പറയുന്നത് തന്നെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. നന്ദികേശ പൈതൃക ഗ്രാമമാണ്. അതുപോലെ നാടകോത്സവം എല്ലാ വർഷങ്ങളിലും കൃത്യമായി നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളാണ്. അപ്പോൾ അവരുടെ ബ്ലഡിൽ തന്നെ ഒരു നാടകമുണ്ട്, നാടകത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നാടകം ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ UPക്കും ഹൈസ്കൂളിനും നമ്മളായിരുന്നു മികച്ച നാടകം. പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആയിരുന്നു. ഒന്നിൽ മികച്ച നടിയും മറ്റൊരെണ്ണത്തിൽ മികച്ച നടനും നമ്മളുടെ സ്കൂളിൽ. പിന്നെ അമ്പലത്തിലാണ് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ സ്കൂൾ മാനേജ്മെൻറ്റും നമ്മുടെ ടീച്ചേഴ്സും PTA എല്ലാം കുട്ടികളുടെ കലാവാസനയ്ക്ക് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. മാവേലിക്കര വിദ്യാഭ്യാസ ഉപജില്ലയിലെ 2nd ഓവറോൾ സ്കൂളുമാണ്. അല്ല, അത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ നാടകം എന്നിപ്പോൾ ഒരു ഭരതനാട്യം ഒരു കുട്ടിയെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഇതങ്ങനെയല്ല. ഒരു സ്കൂള് മൊത്തത്തിൽ കണ്ടുപിടിച്ച് മികച്ച അഭിനേതാക്കൾ, അതിനോട് താല്പര്യമുള്ളവരൊക്കെ കണ്ടുപിടിക്കുന്നതല്ല പ്രയാസം. നമ്മുടെ കുട്ടികളെല്ലാം നല്ല അതിനോട് താല്പര്യമുള്ള അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രയാസം. കുറച്ചുകൂടെ ഒരു പടി കൂടി കടന്നു. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം നൂറിനാടിൻ്റെ സിരകളിൽ ഒഴുകുന്നുണ്ട് നാടകത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു കലയുടെ സ്നേഹമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ബെസ്റ്റ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. കൃഷ്ണരാജെ, ഈ 2 ടീച്ചേഴ്സ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയിലാണ്. 3 പേരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയിലാണ് വന്നിരിക്കുന്നത്. ടീച്ചറുടെ പേരെന്താ? മായ. ടീച്ചറുടെ എന്റെ പേര് സുബി. ദീപ. എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ടോ കലോത്സവത്തില്? നാളുകളായിട്ട് നാടകത്തിന് തന്നെ എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റവും എടുക്കും. നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ ഗ്രൂപ്പ് ഐറ്റവും എല്ലാ സിംഗിൾ ഐറ്റവും എടുക്കും. കുട്ടികളോടൊപ്പം കട്ടയ്ക്കൊപ്പം. പിന്നല്ല, അത് തന്നെ. അതാണ് ഇവര് പറയുന്നത്. ടീച്ചേഴ്സും കട്ടയ്ക്കൊപ്പം ഉണ്ട്. നമ്മളുടെ പേരൻസ് വലിയ സപ്പോർട്ടാണ്. ഇവര് പരിശീലനത്തിനൊക്കെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും അവധി ദിവസങ്ങളിലും ഒക്കെ പേരൻസിന്റെ നല്ല സപ്പോർട്ട് നമുക്ക്. അങ്ങനെയാണ്. ഒരു ഏതൊരു ഇനമായാലും അതിൻ്റെ സജീവത നിലനിൽക്കണമെങ്കിൽ രക്ഷകർത്താക്കൾ ആദ്യം വിചാരിക്കണം. പിന്നെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവണം. അവരെ പിന്തുണയ്ക്കാൻ അധ്യാപകരും ആ സ്കൂളും ഒന്നടങ്കം വേണം. ഇതൊരു വലിയ തെളിവാണ്. കലോത്സവ വേദികളിലേക്ക് നാടകം എത്തിക്കുന്ന ആലപ്പുഴ പടനിലം സ്കൂളിലെ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാവരും ഒരു വലിയ സന്ദേശമാണ്. ഇവരൊരു കുടുംബം പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു എൻജോയ്മെന്റ് മൂഡിലാണ് വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ അവരുടെ നാടകം കാണാൻ എക്സൈറ്റ്മെന്റിലാണ്. അതായത് മത്സരം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ചേർന്ന് ഇവിടേക്ക് വരികയാണ്. ചിലർ അമ്പലത്തിൽ പോയിട്ടുണ്ട്. കുറച്ചൊക്കെ താൻ പാതി ദൈവം പാതിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അഭിനയിക്കാൻ തയ്യാറാണ്, ഒന്ന് പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവരിൽ പലരും ചെയ്യുന്നത്. ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു പകലാണിത്. പുത്തൻപുലരി ഏകദേശം 3/4 മണിക്കൂർ ആവുകയാണ്. ഒരുപാട് മത്സരാർത്ഥികൾ, മത്സരത്തെ സ്നേഹിക്കുന്നവരൊക്കെയും ഇവിടേക്ക് നമുക്കൊപ്പം ഇനിയും എത്തിച്ചേരും.